ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ 2 എക്സാംസ് ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ. ഒന്ന് മസ്ദൂറും പിന്നെ ഒരു പമ്പ് ഓപ്പറേറ്ററിൻ്റെ എക്സാമും വരുന്നുണ്ട് അല്ലേ. ഈ 2 എക്സാമിനും കൂടി വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയുന്നത്, രണ്ടിലുമുള്ള സിലബസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരുപോലെയാണ്. സിലബസ് എന്താണ്, കുറച്ച് താരതമ്യേന രണ്ടിലും കുറേ ഈക്വൽ ആയിട്ടുള്ള പോർഷൻസ് രണ്ടിലും സെയിം ആയിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പവർ സിസ്റ്റം. അപ്പോൾ പവർ സിസ്റ്റം ഒരു ITI ടു നമ്മളൊരു ഡിഗ്രി ലെവൽ എക്സാം എടുത്താലും നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പവർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൻ്റെ അകത്ത് കുറേ കൺസെപ്റ്റ്സ്, അതായത് അതിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ ചേഞ്ച് വരാം എന്നുള്ളതല്ലാണ്ട് ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതായത് ഒരു ടോപ്പിക്കിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ആ ടോപ്പിക്ക് കുറച്ചും കൂടി നല്ല ക്ലീൻ ആയിട്ട് പഠിച്ചു പോവാം. അപ്പോൾ പവർ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പവർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ മസ്ദൂർ എക്സാമിനാണെങ്കിലും അതായത് ഒരു ലൈൻമാൻ്റെ സിലബസിലും എന്തുണ്ട്, പവർ സിസ്റ്റം ഉണ്ട്. സോ പവർ സിസ്റ്റം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഏത് എക്സാമിനാണെങ്കിലും. സോ നമുക്ക് ഇതിൻ്റെ ടോപ്പിക്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ മെയിൻ ഒരു ചെറിയൊരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം ഒരു മസ്ദൂർ ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടഫൊന്നും ആയിരിക്കില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതേ ഉള്ളൂ അല്ലേ. ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, എക്സാം കുറച്ചൊരു സിമ്പിളായിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു പവർ സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ഒരു പവർ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്, നമുക്കെല്ലാം അറിയാം അല്ലേ. എന്താ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്? യെസ്, പവർ സിസ്റ്റം ആണ് നമുക്ക് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ വീടുകളിൽ ഡിസ്ട്രിബ്യൂഷൻ അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നത് വരെ ഹെൽപ്പ് ചെയ്യുന്ന കംപ്ലീറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പവർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പവർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ യൂണിറ്റ് അല്ല. ഫസ്റ്റ് അതിൽ എന്തുണ്ടാവും, ഒരു ജനറേഷൻ ഉണ്ടാവും അല്ലേ. ഒരു ജനറേഷൻ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടാവും. ജനറേഷന് ശേഷം എന്താ, അത് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ മീൻസ് ഓഫ് എന്ത് വഴിയാണ്, ലൈൻസ് അല്ലേ. നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ലൈൻസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ജനറേറ്റ് ചെയ്തത് എത്തിക്കുന്നത്. ഇനി ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഒന്നുകിൽ സ്റ്റെപ്പ് അപ്പോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗണോ ഒക്കെ ട്രാൻസ്ഫോമറിൻ്റെ യൂസ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു പവർ നമുക്കൊരു 120 വോൾട്ടിലുണ്ടായിരുന്നതിന് 440 വോൾട്ടിലോട്ട് ആക്കണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് അപ്പ് ചെയ്യും അല്ലേ. അതുപോലെ നമുക്ക് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ചെയ്യുന്നത് എന്ന് സംശയം വരാം ചിലർക്കെങ്കിലും. നമുക്ക് ലോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഒരുപാട് ലോസ് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പം ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ, ഒരു സിമ്പിളായിട്ട് ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങട്ടെ എന്ന് കരുതിയിട്ടാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. സോ എ പവർ സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്, ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, പിന്നെ എന്താ, distribution to deliver electricity to consumers. Next question is the most economical voltage level for long distance power transmission is. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ പറഞ്ഞ പോലെ പവർ ട്രാൻസ്മിഷൻ നടത്തണമെങ്കിൽ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പം ഇക്കണോമിക്കൽ ആയിരിക്കണം അല്ലേ. ഏറ്റവും ഇക്കണോമിക്കലായിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാം. എന്തിനാണ് നമ്മൾ ഇക്കണോമിക്കലായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്, മീൻസ് നമുക്ക് എന്ത് ചെയ്യണം, ലോസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ കുറവായിരിക്കണം. ലോസ് കുറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഏറ്റവും ഇക്കണോമിക്കലായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഏത് വോൾട്ടേജ് ആണോ, ലോ ആണോ, മീഡിയം ആണോ, ഹൈ വോൾട്ടേജ് ആണോ, എക്സ്ട്രാ ലോ വോൾട്ടേജ് ആണോ, യെസ് ഹൈ വോൾട്ടേജ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. ഹൈ വോൾട്ടേജ് നമ്മൾ യൂസ് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് എന്ത് കുറയ്ക്കും, കറണ്ട് എന്ന് പറയുന്നത് കുറയ്ക്കും. അതായത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് കറണ്ട് എന്താ സംഭവിക്കുന്നത്, കറണ്ട് ഡിക്രീസ് ചെയ്യും അല്ലേ. കറണ്ട് കുറയുമ്പോൾ നമുക്കറിയാം I²R എന്ന് പറയുന്നത് എന്താണ്, കോപ്പർ ലോസ് അല്ലേ. കോപ്പർ ലോസ് ആണ് I²R ലോസ്. അപ്പോൾ ഈ ഐയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോപ്പർ ലോസ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ I²R ലോസ് എന്ന് പറയുന്നത് കുറയുമ്പോൾ എന്ത് ചെയ്യും, അത് എന്ത് ഇമ്പ്രൂവ് ചെയ്യും, അതിൻ്റെ കംപ്ലീറ്റ് എഫിഷ്യൻസീനെ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർ ദ ട്രാൻസ്മിഷൻ പർപ്പസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോർ ട്രാൻസ്മിറ്റിംഗ്
എന്താണ് ലോങ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, ഒരു കുഞ്ഞു ഡിസ്റ്റൻസ് അല്ല, ഒരുപാട് ദൂരം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ. നമുക്കറിയാം ട്രാൻസ്മിഷൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രാൻസ്മിഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർ ഹെഡുമുണ്ട്, അതുപോലെ എന്തുകൊണ്ട് നമുക്ക് ഭൂമിക്ക് അടിയിലൂടെ, ഓക്കെ, നമുക്ക് അണ്ടർഗ്രൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. സോ ഓവർ ഹെഡ് നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന പോലെ ലൈൻ കൂടി എന്താണ് നമ്മുടെ പോസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിഷൻ പർപ്പസ് അല്ലേ, ലൈൻ വഴി നമുക്ക് കാണുന്നത്. അണ്ടർഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ വി യൂസ് കേബിൾസ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ, അതായത് ലൈൻസ് ഒക്കെ കൊടുക്കുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ കേബിൾസ് യൂസ് ചെയ്യില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, ബ്രേക്കേജ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി യൂസിങ് ഓവർ ഹെഡ് അണ്ടർഗ്രൗണ്ട് കേബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എന്താണ് ഓവർ ഹെഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈനിൽ വിച്ച് കണ്ടക്ടർ അറേഞ്ച്മെൻറ്റ് റെഡ്യൂസസ് കൊറോണ ലോസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ കൊറോണ ലോസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. കൊറോണ ലോസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ്, നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു വസ്തുവിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് തരത്തിലും ഉള്ള എഫിഷ്യൻസി നഷ്ടമാവാനുള്ള കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാരണമാണ് എന്ത്, ലോസ് എന്ന് പറയുന്നത്. സോ ഈ കൊറോണ ലോസ് എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ടും കുറഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് വിച്ച് കണ്ടക്ടർ അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇങ്ങനെ കണ്ടക്ടേഴ്സിന് ഇങ്ങനെ അടുത്തടുത്ത് പ്ലേസ് ചെയ്യുവാണ്, ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, കണ്ടക്ടേഴ്സിന് ഇങ്ങനെ അടുത്തടുത്താണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടക്ടേഴ്സിന് ഇങ്ങനെ അടുത്തടുത്ത് പ്ലേസ് ചെയ്ത് വെച്ചിരുന്നാൽ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്, കൂടും അല്ലേ. അപ്പം ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയാമീറ്റർ, ഞാൻ ഉദ്ദേശിച്ച ഏരിയ മീൻസ് അതിൻ്റെ ഡയമീറ്റർ കൂടുമല്ലേ. നമുക്കിപ്പോൾ ഇങ്ങനെ വട്ടം കൂടുന്നതിനനുസരിച്ച് ഡയമീറ്ററിൻ്റെ ഏരിയ കൂടുമല്ലേ. അപ്പോൾ ഡയമീറ്റർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, റെഡ്യൂസിങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ഡയമീറ്റർ ഇമ്പ്രൂവ് ചെയ്യുന്നത് കാരണം കുറയാൻ സാധ്യതയുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും കുറയും, കൊറോണ ലോസ് എന്ന് പറയുന്ന ലോസും കുറയും. സോ ഇതൊരു കൊറോണ എന്ന് പറയുന്നത് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് നമുക്ക് ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ രീതിയിൽ വരുന്നതാണ്. നമ്മൾ ഒരു കണ്ടക്ടറിനെ മാത്രമായിട്ടല്ല, ഒരു ബണ്ടിൽഡ് ആയിട്ട് കണ്ടക്ടേഴ്സിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഏരിയ കൂടുകയും ആ ഏരിയ കൂടുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും കൊറോണയും കുറയ്ക്കാനായിട്ട് സഹായിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ഈ ടോപ്പിക്ക് നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. കൊറോണ എപ്പോഴും ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് കൊറോണ ഒക്കെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. The main purpose of a bus bar in a substation is to, ഇനി ഞാൻ പറയാൻ പോകുന്ന ബസ് ബാർ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ബസ് ബാർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബസ് ബാർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരുപാട് ഫീഡേഴ്സ് കണക്ഷൻസ് ഉണ്ടായിരിക്കും. അതിനെല്ലാം ഫീഡേഴ്സ് കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കുന്ന ഫീഡേഴ്സ് വഴിയാണ് കേട്ടോ. അതായത് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നിന്ന് ഫീഡേഴ്സ് എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ബസ് ബാർ എന്ന് പറയുന്ന ഒരു കോമൺ ഒരു കണക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫീഡേഴ്സ് പല ഫീഡേഴ്സും എന്ത് ചെയ്യുന്നത്, ഈ ഫീഡേഴ്സ് കണക്ട് ചെയ്ത് വെക്കുന്നത്. ഇൻകമിങ്ങും ആകാം ഔട്ട് ഗോയിങ്ങും ആകാം കേട്ടോ. ഈ ഫീഡേഴ്സ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മെയിൻ യൂണിറ്റ് ആണ്. അതിനെയാണ് ബസ് ബാർ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, പവറിനെ കളക്ട് ചെയ്യാനും അതുപോലെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുമാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, എല്ലാവരിലേക്കും എത്തിക്കുവാനും അതുപോലെ എന്ത് ചെയ്യാനും കളക്ട് ചെയ്യാനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, which type of insulators is mostly used for high voltage transmission lines? ഏതാ യൂസ് ചെയ്യുന്നത്,
സസ്പെൻഷനാണ് കേട്ടോ. അതായത് നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻസുലേറ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ്. സോ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസുലേറ്റേഴ്സ് നമുക്ക് മെയിനായിട്ടും ഒത്തിരി മീൻസ് ടൈപ്സുകൾ അവൈലബിൾ ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പിൻ ടൈപ്പ്, ഷാക്കിൾ, സസ്പെൻഷൻ, ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് തന്നെയാണ്. ഇതിൽ ഓരോ ഇൻസുലേറ്റേഴ്സിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇൻസുലേഷൻ ഒരു ടോപ്പിക്ക് തന്നെയുണ്ട്, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഹൈ വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏതാണ്? സസ്പെൻഷനാണ് കേട്ടോ. ഓക്കെ, next question. The purpose of a circuit breaker in a power system is to, very important question. Circuit breaker എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്തിനാണ് സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം, ഫ്യൂസ് നമുക്കറിയാം അല്ലേ? ഫ്യൂസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ടി കണ്ടീഷൻ, അതായത് ഹെവി കറണ്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും അല്ലേ? ആ ഫ്യൂസ് കരിഞ്ഞു പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അകത്തിരിക്കുന്ന ഫ്യൂസിലെ വയറാണ് നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്ന ലിങ്ക് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കണക്ഷൻ എന്ത് ചെയ്യത്തില്ല? നമുക്ക് ഡിവൈസസിലോട്ടൊന്നും കയറി വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മളധികം ഫ്യൂസ് അല്ല യൂസ് ചെയ്യുന്നത്. വി യൂസിങ് ദി സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്. സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. MCBs അല്ല, എപ്പോഴുള്ള വീടുകളിലൊക്കെ MCBs ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ELCBs എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് നമ്മളിപ്പം കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ ഫ്യൂസിൽ നമുക്കറിയാം, ഈ ഫ്യൂസിൻ്റെ ഒരു പ്രശ്നം എന്താ? ഫ്യൂസ് ഒരു തവണ നമുക്കിത് ബ്രേക്കായി പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്യൂസിനകത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ബ്രേക്കാക്കി പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് കെട്ടിയിടണം അല്ലേ? വീണ്ടും കെട്ടിയിടണം. അങ്ങനെ റിപ്പീറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ബ്രേക്കർ ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഉള്ള വീടുകളിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ MCB നമ്മൾ കെട്ടിയിടുക അങ്ങനെ എന്തെങ്കിലും വേണോ? ജസ്റ്റ് ഒരു സ്വിച്ച് മുകളിലോട്ടും താഴോട്ടും ആകുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുവാണ്? കണക്ഷൻസ് എല്ലാം സേഫായിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഈസിനെസ്സിന് വേണ്ടി നമ്മൾ എപ്പോഴും ഇപ്പോൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫോൾട്ടി സെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? ഐസൊലേറ്റ് ചെയ്ത്, അതിനെ മാറ്റി നിർത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? സർക്യൂട്ട് ബ്രേക്കേഴ്സ്. സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഇൻട്രപ്റ്റ് കറണ്ട് ഡ്യൂറിങ് ഫോൾസ് ടു പ്രൊട്ടക്ട് എക്യുപ്മെൻറ്റ്സ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്താ ചെയ്യുന്നത്? ഇൻട്രപ്റ്റ്സ് കറണ്ട് ഡ്യൂറിങ് ഫോൾസ് ടു പ്രൊട്ടക്ട് എക്യുപ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കറണ്ടിനെ ഇന്ററപ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോൾട്ട് occurs most frequently in power system? പവർ സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഫോൾട്ട്, അതാണ് ക്വസ്റ്റ്യൻ. സോ 3 ഫേസ് ആണോ, ലൈൻ ടു ലൈൻ ആണോ, സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ആണോ, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ആണോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് കേട്ടോ. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ആണ്. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ആണ് എപ്പോഴും ഉണ്ടാകുന്ന ഫോൾട്ട്. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്സ് ആർ മോസ്റ്റ് കോമൺ ഡ്യൂ ടു ഇൻസുലേഷൻ ഫെയിലിയേഴ്സ്. കൂടുതലും സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഉണ്ടാകുന്നത് ഇൻസുലേഷൻ ഫെയിലിയർ സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാ ഉണ്ടാകുന്നത്? സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഉണ്ടാകുന്ന കോമൺ ഫോൾട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫ്രീക്വൻറ്റ് എപ്പോഴും ഉണ്ടാകുന്ന ഫോൾട്ട്. അപ്പോൾ അത് സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ആണ്. എന്തുകൊണ്ടാണ് എപ്പോഴും ഈ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇൻസുലേഷൻ ഫെയിലിയർ സംഭവിക്കുമ്പോൾ, ഇൻസുലേഷൻ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ ഉടനെ എന്ത് സംഭവിക്കും? ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഒക്കർ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ദി പവർ ഫാക്ടർ ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ. എന്തിനെയൊക്കെയാണ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പവർ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വി ഓൾ നോ അല്ലേ, എന്താ പവർ ഫാക്ടർ എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? വാട്ട് യു മീൻ ബൈ പവർ ഫാക്ടർ? നമുക്കറിയാം cos θ is equal to R/Z. ഇതെന്താ? RLC കമ്പോണൻ്റ് ഒക്കെ വെച്ച് നമ്മൾ പവർ ട്രയാങ്കിളൊക്കെ വരയ്ക്കും അല്ലേ? പവർ ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്കറിയാം ഇവിടെ ഹൈപ്പോട്ടന്യൂസിനെയാണ് നമ്മൾ Z എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിന് ആക്റ്റീവ് പവർ ഉണ്ട്, അപ്പാരൻറ്റ് പവർ ഉണ്ട്, റിയാക്റ്റീവ് പവർ ഉണ്ട്. ഇങ്ങനെ 3 പവറാണുള്ളത്. സോ ഇതിന് റിയൽ പവർ എന്ന് പറയും. ആൻഡ് ദിസ് ഈസ് റിയാക്റ്റീവ് പവർ. ഇതെന്താ? S എന്ന് പറയുന്ന അപ്പാരൻറ്റ് പവറാണേ. ഇങ്ങനെ 3 പവേഴ്സ് ആണുള്ളത്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ റിയൽ പവർ മെയിൻലി എന്താ വരുന്നത്? R കമ്പോണൻ്റ് ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ കമ്പോണൻ്റ് ആണ് റിയൽ പവറിൽ വരുന്നത്. ഇവിടെ എന്താ വരുന്നത്? റിയാക്റ്റീവ്ലി Q. അതിൽ എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള? ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും വരാൻ സാധ്യതയുണ്ട്. സോ S എന്ന് പറയുന്ന √R² +
ക്യൂ സ്ക്വയർ ചെയ്യുമ്പോഴായിരിക്കും എസ് കിട്ടുന്നത്. ഓക്കെ, ആ എസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പാരൻറ്റ് പവർ എന്ന് പറയുന്നത്. സോ ഇതാണ് മെയിനായിട്ടും ഒരു പവർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് R/Z എന്ന് പറയുന്ന ടേം ആണ്. അപ്പം ഇതെന്താണ്, ആറും എല്ലും സിയും പാരാമീറ്റർ ടുഗദർ എഫക്ട് ദി ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദി വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ ആറും എല്ലും സിയും പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലേ. ആറും എല്ലും സിയും വരുമ്പം വോൾട്ടേജിനും കറണ്ടിനും ഉറപ്പായിട്ടും വേരിയേഷൻസ് വരും. അതായത് ഇപ്പോൾ ഒരു വോൾട്ടേജും കറണ്ടും നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു റെസിസ്റ്റർ കമ്പോണൻ്റ് ആണ്. നമ്മൾ റെസിസ്റ്റർ മാത്രമുള്ളൊരു കമ്പോണൻ്റ് ആണെങ്കിൽ വോൾട്ടേജും കറണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ആയിട്ട്. അതായത് ഞാൻ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്ത് തരാം. അതായത് ഇതൊരു വോൾട്ടേജ് ആണെന്ന് വിചാരിച്ചോ. സോ കറണ്ട് ഇതുവഴി തന്നെ പാസ് ചെയ്ത് പോകുന്നു. അതായത് എന്ത് ചെയ്യുന്നില്ല, അവർ തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഇല്ല, നോ ഫേസ് ഡിഫറൻസ് അല്ലേ. ഇവർ തമ്മിൽ എന്തില്ല, ഫേസ് ഡിഫറൻസ് ഇല്ല. കാരണം എന്താണ്, അതിൽ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളൊരു ഇൻഡക്ടറോ കപ്പാസിറ്ററോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിനെ വോൾട്ടേജ് എന്ത് ചെയ്യും, ലാഗോ ലീഡോ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ആറും എല്ലും സിയും ഒക്കെ പറഞ്ഞത്. ഇൻഡക്ടറും കപ്പാസിറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുമ്പം എന്ത് ചെയ്യും, ഫേസ് ആംഗിൾ വോൾട്ടേജും കറണ്ടിനും ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, ചേഞ്ച് വരുന്നുണ്ടാവും. സോ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്റൻസും ഈ മൂന്നിനും എന്ത് ചെയ്തിരിക്കും, ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിവൈസ് ഈസ് യൂസ് ടു പ്രൊട്ടക്ട് ട്രാൻസ്ഫോമേഴ്സ് ഫ്രം ലൈറ്റ്നിങ് സർജസ്. എന്താണ് ലൈറ്റ്നിങ് സർജസ്? നമുക്കറിയാം അല്ലേ, ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ ഹെവി കറണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലേ. അങ്ങനെ ഹെവി കറണ്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡിവൈസസിനെ ഡാമേജ് ആക്കത്തില്ലേ. അപ്പം അങ്ങനെ വരുമ്പം ഏത് ഡിവൈസാണ് നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമേഴ്സ് പോലെയുള്ള ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ആണ്. ഫ്യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, സർക്യൂട്ട് ബ്രേക്കറും നിങ്ങൾക്കറിയാം. റിലേ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് ആണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ ലൈറ്റിംഗ് സർജസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഏറ്റവും പോയിന്റിലായിട്ട് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിരുന്ന ഈ ഹെവി സർജസ് ഒക്കെ ഇതുവഴി അങ്ങ് ഗ്രൗണ്ടിലേക്ക് പോവുകയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൈവേഴ്സ് സർജ് ടു ഗ്രൗണ്ട്, കണ്ടോ, ഗ്രൗണ്ടിലോട്ട് എത്തിക്കും. എന്നിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫോമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതായത് നമ്മളെപ്പോഴും എർത്തിലേക്കാണ് കടത്തി വിടുന്നത് അല്ലേ. ലോ റെസിസ്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്തിട്ട് ഹെവി കറണ്ടിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൗണ്ടിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്ത് വിടുന്നത്. അതറിയാമല്ലോ. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, ഗ്രൗണ്ടിലോട്ട് പാസ് ചെയ്ത് വിടും. ഓക്കെ, ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫീഡേഴ്സ് ആർ ഡിസൈൻ മെയിൻലി ബേസ്ഡ് ഓൺ. ഫീഡേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യണം, കറണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കറണ്ട് നമുക്ക് അല്ലെങ്കിൽ സപ്ലൈ കിട്ടണം അല്ലേ. അതിന് നമ്മൾ ഫീഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന ഫീഡേഴ്സാണ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഫീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? വോൾട്ടേജ് ഡ്രോപ്പോ പവർ ഫാക്ടറോ എഫിഷ്യൻസിയോ കറണ്ട് ക്യാരി കപ്പാസിറ്റിയോ. ഉറപ്പായിട്ടും കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ആയിരിക്കും. ഫീഡേഴ്സ് ക്യാരി ബൾക്ക് പവർ ആൻഡ് ഡിസൈൻ ടു ഹാൻഡിൽ മാക്സിമം കറണ്ട്. ഫീഡേഴ്സ് നമ്മൾ ബൾക്ക് പവർ ക്യാരി ചെയ്യുന്ന രീതിക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം കറണ്ടിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതിന് ഉണ്ടാവും. വിച്ച് ട്രാൻസ്മിഷൻ സിസ്റ്റം റിക്വയർസ് ലെസ് കണ്ടക്ടർ മെറ്റീരിയൽ. ഏത് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനാണ് കണ്ടക്ടർ മെറ്റീരിയൽ വളരെ കുറച്ച് മതി എന്നൊരു കണ്ടീഷൻ ഉള്ളത്? അത് ഏതിനാണ്? വിച്ച് ട്രാൻസ്മിഷൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കണ്ടക്ടർ മെറ്റീരിയൽ വളരെ കുറച്ച് മതി. കണ്ടക്ടർ മെറ്റീരിയൽ എന്താണെന്ന് നമുക്കറിയാം, വയേഴ്സ് അല്ലേ. ഈ കണ്ടക്ടർ മെറ്റീരിയൽ വളരെ കുറച്ച് മതി എന്നുള്ള കണ്ടീഷൻ ഏതിനാണ്? 3 ഫേസ് 3 വയർ. Three-phase systems are most commonly for transmitting power. Next question. The neutral point of a star connected system is usually, അതായത് ഒരു സ്റ്റാർ കണക്റ്റഡ് ആണെന്ന് വിചാരിക്കാം. സ്റ്റാർ കണക്റ്റഡ് എന്താ, ഇതല്ലേ ഒരു സ്റ്റാർ കണക്ഷൻ. ഓക്കെ, ഇതിൻ്റെ ന്യൂട്രൽ പോയിന്റ് അല്ലേ. ഇതെന്താ, എപ്പോഴും എങ്ങോട്ട് കണക്റ്റഡ് ആയിരിക്കും? എർത്തിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. എർത്തിങ് സ്റ്റെബിലൈസസ് സിസ്റ്റം വോൾട്ടേജ് ആൻഡ് ഇംപ്രൂവ് സേഫ്റ്റി. അതായത് നമുക്ക് എർത്തിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിസ്റ്റം വോൾട്ടേജിനെ സ്റ്റെബിലൈസ് ചെയ്യുകയും സേഫ്റ്റി എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും.
അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റിലേ ഓപ്പറേറ്റ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ? ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ ആരാ, ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏത് റിലേ? സോ റിലേ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് റിലേസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെവി ഫോൾട്ടോ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് റിലേ. അപ്പം നമുക്ക് റിലേ തന്നെ ഒരുപാട് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള അതായത് ഒരുപാട് ടോപ്പിക് പഠിക്കാനാണ്. നമുക്കൊരു ടോപ്പിക്കായിട്ട് തന്നെ ഈ പറഞ്ഞ റിലേ നമുക്ക് നോക്കാവുന്നതാണ്. ഇൻഡക്ഷൻ റിലേ, ഡിഫറൻഷ്യൽ റിലേ, അട്രാക്റ്റീവ് ആർമേച്ചർ റിലേ, ഡിസ്റ്റൻസ് റിലേ, ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിലേസ് വി യൂസിങ്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത് അട്രാക്റ്റഡ് ആർമേച്ചർ റിലേ എന്ന് പറയുന്ന റിലേയിലാണ്. നമുക്ക് ആ ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പവർ സിസ്റ്റത്തിൽ പഠിക്കാം, റിലേ എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇറ്റ് വർക്ക് ബേസ്ഡ് ഓൺ മാഗ്നറ്റിക് അട്രാക്ഷൻ ഓഫ് ആൻ ആർമേച്ചർ. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അടുത്തത്, ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് മാക്സിമം വെൻ. എപ്പോഴായിരിക്കും ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എഫിഷ്യൻസി മാക്സിമം ആകുന്നത്? എഫിഷ്യൻസി മാക്സിമം ആകുന്നത് എപ്പോഴാണ്? അപ്പോൾ എപ്പോഴും എഫിഷ്യൻസി എന്ത് ചെയ്യണം? മാക്സിമം കണ്ടീഷനിൽ നിൽക്കണം അല്ലേ? എപ്പോഴാണ് ആ മാക്സിമം കണ്ടീഷനിൽ ഒക്കർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? നമ്മളൊരു പവർ എന്താ ഉള്ളത്? സെൻഡിങ് പവറും ഉണ്ട്, റിസീവിങ് പവറും ഉണ്ട്. അപ്പോൾ സെൻഡിങ് പവർ എന്ന് പറയുന്നത് റിസീവിങ് എൻഡ് പവറിന് ഈക്വൽ ആവുമ്പോൾ എന്തായിരിക്കും? മാക്സിമം എന്തായിരിക്കും? എഫിഷ്യൻസി ഉണ്ടാകും. സെൻഡിങ് പവർ റിസീവിങ് എൻഡ് പവറിന് ഈക്വൽ ആകുമ്പോഴായിരിക്കും മാക്സിമം എഫിഷ്യൻസി ഒക്കെ അറിയുന്നത്. അന്നേരം അവിടെ ഉണ്ടാകുന്ന ലോസ് എത്രയും മിനിമം ആയിരിക്കും അല്ലേ? ലോസ് വളരെ കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർ കണക്റ്റഡ് പവർ സിസ്റ്റം ഈസ്. എന്താണ് ഒരു ഇൻ്റർ കണക്റ്റഡ് പവർ സിസ്റ്റത്തിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? യെസ്, നമുക്ക് റിലയബിലിറ്റി അല്ലേ? റിലയബിലിറ്റി എന്ന് വെച്ചാൽ എപ്പോഴാണ് എന്താണ്? എപ്പോഴും ആ ഡിവൈസിന് ഒരു ഇഷ്യൂസും ഇല്ലാതെ അത് വർക്കിംഗ് നടക്കണം, അത് റിലയബിൾ ആയിരിക്കണം എന്ന് പറയും അല്ലേ? അതാണ് അതിൻ്റെ മെയിൻ എന്താന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇൻ്റർ കണക്റ്റഡ് പവർ സിസ്റ്റത്തിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശ്വസ്തത അല്ലെ? വിശ്വസ്തത എന്നല്ല, കുറച്ചും കൂടി റിലയബിൾ ആയിരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതല്ലേ ഇൻ്റർ കണക്റ്റഡ് പവർ സിസ്റ്റം എന്ന് പറയുമ്പോൾ. ഒരുപാട് പവർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കണക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ് അല്ലേ? കറണ്ട് കണക്ഷൻസ് ആണ് ഒത്തിരി. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കണക്ഷൻ ഇപ്പോൾ പ്രോബ്ലം വന്നാലും ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല? പവർ എന്ത് ചെയ്യില്ല? നഷ്ടപ്പെടാതെ, അതായത് പവറിന് ഒരു തരത്തിലുള്ള ഇഷ്യൂസ് വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലയബിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് വർക്കിംഗ് നടത്താനായിട്ട് പറ്റും. സോ ഇൻ്റർ കണക്ഷൻ എൻഷുവേഴ്സ് കണ്ടിന്യൂസ് സപ്ലൈ ഈവൻ ഡ്യൂറിങ് ഫോൾട്ട്. അതാണ് പറഞ്ഞത്. ഇൻ്റർ കണക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഫോൾട്ടോ എന്തെങ്കിലും വന്നാലും സപ്ലൈ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഒരിക്കലും അത് എന്ത് ചെയ്യില്ല? അതിന് ഡിസ്റ്റർബൻസ് നേരിടത്തില്ല.